പക്ഷെ പേരോട് ഉസ്താദ് മാറി എന്നൊക്കെ വരാങ്ങൊക്കെ ഒരു പൂതിയുണ്ട്. പേരോട് മുസ്ലിയാർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഒരു ഉളുപ്പില്ലാതെ പച്ച നോണ കണ്ണടച്ചു പിടിച്ചാണ് പറയും. ഇതാണ് ഇപ്പൊ എന്റെ പരിപാടി. ഇനി പേരോട് ഉസ്താദും നമ്മളൊക്കെ ഉള്ള വ്യത്യാസം എന്താന്ന് മൂപ്പര് പറയുന്നുണ്ട്. ഇനിയോ കൊടുത്ത കഴിവ് അത് ഇന്ന് സമസ്തക്കാർക്ക് പറയാൻ ധൈര്യമുണ്ടോ? കൊടുത്ത കഴിവ് എന്നത് ഞങ്ങൾ പറയുന്നത് കൊടുത്തേൽപ്പിച്ച കഴിവ് എന്നുള്ള അർത്ഥത്തിനല്ല, കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ് എന്നുള്ള അർത്ഥത്തിലാണ്. സുലൈമാൻ ഹാജിക്ക് അള്ള കൊടുത്ത പൈസ തരിക എന്ന് പറഞ്ഞാൽ, കൊടുത്ത കഴിവ് തരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന കഴിവാണ്. ആ അർത്ഥത്തിനാണ് അത്, കൊടുത്തേൽപ്പിച്ച കഴിവല്ല. പേരോട് മുസ്ലിം പറയട്ടെ കേട്ടോ. നല്ലൊരു കരാട്ട എടുത്തുന്ന ആളെ കാണുമ്പോ നമ്മള് പറയാ, ഓ അള്ളോന് കൊടുത്തൊരു കഴിവ്. എന്താ കൊടുത്തുകൊടുക്കണ? ഏത് കരാട്ടക്കാരനാണെങ്കിലേ അള്ള അതാത് സമയത്ത് കൊടുക്കണം. അല്ലെങ്കിലേ പണ്ടൊരു കരാട്ടക്കാരൻ തെങ്ങിന്റെ മുകളിൽ നിന്നാണ് വീണ് ഊരൊടിഞ്ഞു. ഇവൻ എണീക്കണില്ല. നാട്ടുകാർ ചെന്നിട്ട് ചോദിച്ചാൽ, അല്ല ഈ വല്ല കളരിയാണല്ലോ എന്ത് എഴുന്നേൽക്കാത്തത്? ഇത് 19ാമത്തെ അടവാണ്. ഇത് ഏത് ഊരൊടിഞ്ഞാ നിലത്തുത്തിർക്കുക. അതെന്താ അവിടെ കൊടുത്തില്ല? അപ്പൊ ആ അർത്ഥത്തിനാണ് അതൊക്കെ പറയുന്നത്. അയിമേലൊന്നും കിടന്ന് വെറുതെ വണ്ടി എടുത്ത് കൂടി ചോറയിച്ചു പോണ്ട. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അതെ, അള്ളയാണ് സൃഷ്ടിക്കണേ. നമ്മളിപ്പോ ഈ കൈ ഉയർത്തുക എന്നുള്ളതും അള്ളാന്റെ സൃഷ്ടിയാണ്. നമ്മൾ ഉദ്ദേശം അള്ള കൈവന്നതാണ്. ഇതുപോലെ അള്ളാന്റെ ഔലിയാക്കളും അങ്ങനെയാണ്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെയാ പ്രശ്നം. കൊടുത്തേൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിന് പറയണ കൊടുത്തു എന്നുള്ളതും, കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥത്തിനുള്ള കൊടുത്തു എന്ന് പറയുന്നതും ആനി അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇവിടെ ഇത്തിഫാക്ക മൗലവി ഞങ്ങൾ തമ്മിൽ ഒരു ഖിലാഫ് തൽക്കാലം ഈ പൂതിയൊക്കെ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ. അതാണ് കൊടുത്തേൽപ്പിച്ച കഴിവ് എന്നുള്ള അർത്ഥമാണ് പിന്നെ അവിടെ വിമർശിക്കപ്പെടുന്നത്. കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ് എന്നതിന് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ അത് ഈ വിമർശനത്തിൽ വരൂല. അതൊരു നാടൻ പ്രയോഗത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്വരീഖത്തുകാർ, അതാണ് ഒരു ത്വരീഖത്തുകാരൻ പറഞ്ഞു, ഈ മൊബൈല് നമുക്കൊരാൾ തന്നാൽ പിന്നത് നമ്മളെ മുതലാണ്. ഇതുപോലെയാണ് ഔലിയാക്കൾക്ക് അള്ളാഹു കൈ കൊടുക്കുന്നത്. അതിനെയാണ് പേരോട് ഉസ്താദ് വിമർശിക്കുന്നത്. അതേ സമയത്ത് കൊടുത്തോണ്ടിരിക്കുന്ന കഴിവ് എന്നതിനൊരു നാടൻ ശൈലിയിൽ ഒരാൾ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ അത് ആ മാനാക്കല്ല, അത് ഈ വിമർശനത്തിൽ പെടുന്നതുമല്ല. അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? ആ കൊടുത്തേൽപ്പിച്ചു എന്ന് പറഞ്ഞ ഈ മൊബൈൽ കലാപരിപാടിനെ കുറിച്ചാണ് ആ വിമർശിക്കുന്നത്. അങ്ങനൊരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അതാണ് നമ്മൾ നാടൻ ശൈലിയിൽ പേരോട് ഉസ്താദ് പറഞ്ഞതാണ് അതിന്റെ ശരി. കൊടുക്കുന്ന കഴിവ് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മളൊരു നാടൻ സംസാരത്തിൽ വന്നു പോകുന്നതാണ് ഈ കൊടുത്ത കഴിവ് എന്നുള്ളത്. അത് ഈ കൊടുക്കുന്ന കഴിവ് എന്നുള്ള മാനാക്കാണ്. കൊടുത്തേൽപ്പിച്ച കഴിവ് എന്ന മുഅ്തസിലത്തിന്റെ ആശയത്തിനല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ ക്ലിയർ ആണ്. പേരോട് ഉസ്താദ് ആ പറഞ്ഞതിനെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ ഒഴിവാകാനുള്ള നല്ല മാർഗം എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ആ പറഞ്ഞത് ആ മാനാക്കാണ്. പക്ഷെ ശൈലി ഉസ്താദ് ഈ പറഞ്ഞത് ഒന്നും കൂടി ഈ ശൈലിയിൽ ഉപയോഗിച്ചാൽ അതൊന്നും കൂടി മൗലവിന്റെ കുത്തിത്തിരിപ്പിന്ന് പരിഹാരമാകുമായിരുന്നു എന്നത് നിന്റെ ഈ കുത്തിത്തിരിപ്പ് കാണുമ്പോ 110% ബോധ്യമാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമല്ല. തൽക്കാലം ആ പായി മടക്കിയ ചെള. ഇനിയോ സഹോദരന്മാർ